ഞങ്ങൾ കോഴിക്കട്ട് ഉണ്ടാക്കാൻ പോണികള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒഴിക്കാം. ശർക്കര ഉരിക്കയിലേക്ക് എൻ്റെ പേരക്കുട്ടിനെ കൂടി ഒരു ഏലക്ക ഇരിക്കണേ. ആ ഏലക്ക ഇട്ടോളൂ. എൻ്റെ ദീപ്തിമോള് ശർക്കരയിലേക്ക് തേങ്ങ ഇടുന്നതാണ്. ഇട്ടോളൂ. കാരണം നോക്കി ഇതിഞ്ഞ് നന്നായിട്ട് വരട്ടിയെടുക്കണം ഇങ്ങനെ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടി ഒഴുകും. പൊടി നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കണം. തിളച്ച വെള്ളത്തിൽ കുഴച്ചില്ലെങ്കിൽ കൊട്ട ഉണ്ടാക്കണത് പൊട്ടിപ്പോകും. എൻ്റെ അപ്പൂപ്പൻ നന്നായിട്ട് കോഴിക്കൊട്ട ഉണ്ടാക്കും. ആദ്യം കൊട്ടയാണ് ഉണ്ടാക്കി കുറേ ഉണ്ടാക്കി വെക്കും. അതെൻ്റെ പേരമക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കണതാണ്. ആ മക്കളെ നോക്ക്, ഇതേ തള്ളവരിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെ കൊട്ട ഇതേപോലെ കണ്ട നല്ല കൊട്ട ഉണ്ടാക്കും. മക്കളെ എല്ലാവരും ഉണ്ടാക്കും. ജമീനയുടെ നോക്കട്ടെ. അപ്പം ഇങ്ങനെ നല്ല പാട പോലത്തെ, ഞാൻ പിന്നെ ഇത്തിരി കട്ടിയാക്കി. അപ്പൂപ്പൻ്റെ അത്ര ഒന്നും കഴിവ് എനിക്കില്ല. അപ്പൂപ്പൻ ഇങ്ങനെ നേര് കൊട്ട ഇങ്ങനെ ഉണ്ടാക്കി നിറയെ ഇങ്ങനെ വെക്കും. ആ കൊട്ട ഉണ്ടാക്കിയാ എല്ലാവരും കൊട്ട നിരത്തി വെച്ചോളൂ. ഉണ്ടോ? ആ ഇനി കൊട്ടയിൽ ഫില്ല് ചെയ്യാൻ പോണെയാണ്. ജനാസനം ചെയ്തിട്ടുണ്ടോട്ടെ. ജനാസനം കൊടുക്കുക. എന്നിട്ട് ഇതേ വെല്ലോണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണിച്ചു വെച്ച് ഇതൊക്കെ എൻ്റെ അമ്മച്ചിയാണ് കാണിക്കുന്നത്. ഒട്ടും പുറത്ത് വരാൻ സമ്മതിക്കില്ല. കണ്ട ഇതിങ്ങനെ കൂട്ടണം. കണ്ട ജോനാസുമൻ കണ്ട ഞങ്ങളുടെ ദീപ്തിമോളുടെ എങ്ങനെയുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ഉരുട്ടി കണ്ട. ആ വെരി ഗുഡ്. കൊണ്ട കൊണ്ട ദീപ്തിയുടെ പാരീസ് കോഴിക്കട്ട. ജോനാസുമനും ജോഹാനെ കൊട്ടയുണ്ടാക്കും. ജോവീന അത് ഫില്ല് ചെയ്യും. ദീപ്തി ഞാനും കൂടെ അത് തുള്ളി വെള്ളമൊക്കെ ഒഴിച്ച് അത് കൂട്ടിയിടും. അങ്ങനെ ഞങ്ങളുടെ പരിപാടി അങ്ങനെ 1 by 1 ആയിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് പറയും. ഞാനും മക്കളും ഇത്ര കോഴിക്കോട്ട ഉണ്ടാക്കി. റെഡി. അതേ മോന് കഴിച്ചോളൂ കഴിച്ചോളൂ. എന്നാ ജോഹാനമ്മ കഴിച്ചോളൂ. ജോവീന എന്നാ കഴിച്ചോളൂ. ലാസ്റ്റ് ഞാനും എൻ്റെ മക്കളും കൂടെ കോഴിക്കോട്ട കഴിക്കുന്നതാണ്. എങ്ങനെയുണ്ട് മക്കളെ കോഴിക്കോട്ട?